എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫോട്ടോ വിഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സ്വദേശിയായ ഡോക്ടർ സിബു മോഡലിനെയാണ്. അദ്ദേഹം ഇപ്പോൾ ആലുവ UC കോളേജിലെ മലയാളം വിഭാഗം മേധാവിയാണ്. നിരവധി വിഷയങ്ങളിൽ ബിരുദാനന്ദ ബിരുദം നേടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിലും നിരവധി കവിതാ സമാഹാരങ്ങൾ എഴുതുകയും അത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഈ ജീവിതത്തിനുള്ളിൽ കലാപരമായി സാഹിത്യപരമായി വളരെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഓർമ്മകളില്ലെന്നു വന്നാലെനിക്കു നീ ആരായിരിക്കുമെന്നോർക്കുവാൻ കൗതുകം. ഓർമ്മകളില്ലെന്നു വന്നാലെനിക്കു നീ ആരായിരിക്കുമെന്നോർക്കുവാൻ കൗതുകം. കാണുന്ന നേരത്തു കൈപിടിച്ചിടുമോ, കണ്ടതറിയാതെ കടന്നുപോയിടുമോ. വിണ്ടുകീറിയ മേഘങ്ങളായി നാം ദൂരദൂരങ്ങളിൽ വേർപിരിഞ്ഞിടുമോ. പണ്ടു സാറ്റു കളിച്ചപ്പോൾ പച്ചിലക്കാട്ടിലൊളിച്ചേ ഞാൻ. പണ്ടു സാറ്റു കളിച്ചപ്പോൾ പച്ചിലക്കാട്ടിലൊളിച്ചേ ഞാൻ. പച്ചില പാമ്പു മനങ്ങിയില്ലെന്നെ കണ്ടുപിടിക്കരുതെന്ന മട്ടിൽ. പണ്ടു സാറ്റു കളിച്ചപ്പോൾ പച്ചിലക്കാട്ടിലൊളിച്ചേ ഞാൻ. പച്ചില പാമ്പു മനങ്ങിയില്ലെന്നെ കണ്ടുപിടിക്കരുതെന്ന മട്ടിൽ. പണ്ടു സാറ്റു കളിച്ചപ്പോൾ മാവിന്റെ പൊത്തിലൊളിച്ചേ ഞാൻ. മാമ്പഴം വീണപ്പോൾ ഓടിയെടുത്തു ഞാൻ, കണ്ടേ വിളിച്ചവനണ്ടി മാത്രം. പണ്ടു സാറ്റു കളിച്ചപ്പോൾ മാവിന്റെ പൊത്തിലൊളിച്ചേ ഞാൻ. മാമ്പഴം ഇപ്പോൾ UC കോളേജിലെ മലയാളം വകുപ്പിന്റെ മേധാവിയാണ്. അപ്പം അങ്ങയുടെ പ്രാഥമിക വിദ്യാഭ്യാസ കാലം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാമോ? എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം സെന്റ് ഫിലോമിനാസ് UP സ്കൂള് നെടുങ്ങാടപ്പള്ളി തന്നെയാണ്. അതായത് 7ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം CMS ഹൈസ്കൂൾ നെടുങ്ങാടപ്പള്ളി. അതിനുശേഷം പ്രീ ഡിഗ്രി കോട്ടയം CMS കോളേജിൽ, പിന്നീട് BA MA PhD ഒക്കെ ചങ്ങനാശ്ശേരി SP കോളേജായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ സ്വയം ഉള്ള പഠനമാണ് മറ്റ് വിദൂര വിദ്യാഭ്യാസം വഴിയാണ് മറ്റ് ബിരുദാനന്തര ബിരുദങ്ങളൊക്കെ നേടിയത്. അപ്പൊ അങ്ങ് വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ നിരവധി തവണ പോസ്റ്റ് ഗ്രാജുവേറ്റ് പോലുള്ള കാര്യങ്ങൾ പല വിഷയങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പം വിദ്യാഭ്യാസപരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അങ്ങക്ക് സഹായമായ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ, അത് വ്യക്തികളുണ്ടോ അതിനുള്ള കാര്യങ്ങൾക്ക്? അങ്ങനെ ഒരു ഗോഡ് ഫാദർ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അത് ഒരു സ്വന്തം പ്രയത്നത്താലാണ്, ഒരു സെൽഫ് മോട്ടിവേഷന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അത് കാരണം അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം വിദ്യാർത്ഥി കൂടി ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ കാലത്തിനനുസരിച്ചുള്ള ഒരു അപ്ഡേഷൻ നടക്കണമെങ്കിൽ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. പഠനം മരണത്തോളം എന്നാണ് അയ്യപ്പ പണിക്കർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോഴും വിദ്യാർത്ഥിയാണ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MA ഹിസ്റ്ററി ഫൈനൽ സെമസ്റ്റർ വിദ്യാർത്ഥി കൂടിയാണ്, അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ. അപ്പൊ താങ്കൾ ഈ ഇപ്പോഴും പഠിപ്പിക്കുന്നു, ഒരു കോളേജിലെ മലയാള വിഭാഗത്തിന്റെ മേധാവിയാണ്. നിരവധി കഥാരചനകൾ അങ്ങനെ രചിച്ചിട്ടുണ്ട്. ഈ കലാപരമായ നീക്കങ്ങളിലേക്ക് ഉള്ള തുടക്കം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാമോ? അത് ചെറിയ കുട്ടിക്കാലത്ത് എഴുതുന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അതൊക്കെ വെറും ഒരു അനുകരണം പോലെ മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ളവരെ ഒന്ന് പ്രദർശിപ്പിക്കാനുള്ള മടി ഇതൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളൊന്നും ഒരു പക്ഷേ കിട്ടിയിട്ടുമില്ല. അങ്ങനെ
മത്സരങ്ങൾക്ക് പങ്കെടുക്കുക ഇതൊന്നുമില്ല. ഞാൻ ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ഇത്തിരി അകന്ന് നിൽക്കുന്ന പ്രകൃതവുമായിരുന്നു. അതുകൊണ്ട് അത്തരം ഒരു വെളിച്ചപ്പെടൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അതേസമയം SD കോളേജിൽ പഠിക്കുമ്പോഴാണ് കൂടുതലായിട്ട് എഴുതാനും അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനും ഒക്കെ ശ്രമം നടത്തിയിട്ടുള്ളത്. അന്ന് കേരള സാഹിത്യ അക്കാദമി ഒരു കവിതാ ക്യാമ്പിന് ക്ഷണിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് 400 പേര് അപേക്ഷകരുണ്ടായിരുന്നു. അതിൽ 25 പേരെ അവർ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊരാൾ ആയിരുന്നു. അങ്ങനെ അതിൽ പങ്കെടുത്തതാണ് ആദ്യമായിട്ടൊരു അനുഭവം ഉണ്ടായത് ഈ എഴുത്തുമായി ബന്ധപ്പെട്ട്. പിന്നീട് എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം ഞാൻ UC കോളേജിൽ അധ്യാപകനായതിനു ശേഷമാണ് പ്രസിദ്ധീകരിക്കുന്നത്, 2011. പക്ഷെ എന്ന് കരുതി ഇത് 2011 എഴുതിയ ആ കാലത്ത് എഴുതിയ രചനകളല്ല, വളരെ മുമ്പ് എഴുതിയതും ഇതിൻ്റെ അകത്തുണ്ട്. അതേസമയം ആദ്യകാല രചനകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 100-ലധികം രചനകളിൽ നിന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് ഈ സമാഹാരത്തിലെ കവിതകളൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കവിതാ സമാഹാരങ്ങളാണോ അങ്ങേക്ക് കൂടുതൽ താല്പര്യം? കവിതകളാണ്? കവിതകളാണ് താല്പര്യം, എങ്കിലും മറ്റു കൃതികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു കവിതകളിലേക്ക് അതിലൂടെ ഒന്ന് സഞ്ചരിച്ചിട്ട് മറ്റു കൃതികളെ കുറിച്ച് പറയാം. സാറിന്റെ ആദ്യത്തെ പ്രസിദ്ധീകരണം കവിതാ സമാഹാരം ധിക്കാരി എന്ന ഈ പുസ്തകമാണ്. ആ കവിതയെ കുറിച്ചൊരു വിശദീകരണം തരാൻ പറ്റുമോ? ഇതാണ് എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം. അതിന്റെ ശീർഷകം തന്നെ ധിക്കാരി എന്നുള്ളത് പലരും തെറ്റിദ്ധരിച്ചേക്കാം, അക്ഷരത്തെറ്റ് വന്നതാണെന്ന്. അങ്ങനെയല്ല, ഞാൻ കോയിൻ ചെയ്തെടുത്ത ഒരു പ്രയോഗമാണ്. ദിക്കിന്റെ ശത്രു എന്നൊരു അർത്ഥത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. ഇതിലെ ഈ ശീർഷക കവിത ധിക്കാരി മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച കവിതയാണ്. ഇത് എഴുതാനിടയായ സാഹചര്യം, കോഴിക്കോട്ടൊരു കല്യാണ സദ്യക്ക് ഞാൻ പങ്കെടുത്തപ്പോൾ അവിടെ സദ്യ വിളമ്പുമ്പോൾ വിളമ്പുന്ന വ്യക്തി ഇത്തിരി കാലവിളംബം വരുത്തിയപ്പോൾ അല്പം ഒരു സാവധാനം നടന്നു വരുന്നത് കണ്ടപ്പോൾ അവിടെ ഇരുന്ന അയാളുടെ ഒരു കമന്റാണ് അവൻ തെക്കനായിരിക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് ഇയാളൊന്നും ചെയ്തില്ല, അയാൾ ഇത്തിരി സാവധാനം ഒന്ന് വന്നപ്പോൾ ഒരു വിലയിരുത്തലാണ്. അപ്പോൾ ആ സംഭവം ഈ കവിത പറയുന്നില്ല. പക്ഷെ അപ്പോഴാണ് ഈ ഒരു തെക്കരും വടക്കരും എന്നുള്ള ആ ഒരു വലിയ ആ ഒരു സംഘർഷം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതേ ഒരു ചൊല്ലുണ്ടല്ലോ, തെക്കനെ മൂർഖനെ കണ്ടാല് ആദ്യം തെക്കനെ തല്ലിക്കൊല്ലണമെന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ കവിത എഴുതിയത്. അത് തുടങ്ങുന്നത് തെക്കരും വടക്കരും കൊമ്പ് കോർത്ത തർക്കത്തിരക്കിനിടയിൽപ്പെട്ട് നൂൽ നിറങ്ങാൻ വിടവ് തേടുമ്പോൾ പലരും എന്നോട് ചോദിച്ചു, നീ തെക്കനോ വടക്കനോ? ഞാൻ പോയി അമ്മയോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കിഴക്കോട്ട് നടന്നു. കിഴക്കരിൽ ചിലർ ഇവനൊരു പടിഞ്ഞാറൻ, കണ്ടാൽ അറിയാം ചെമ്പൻ മുടിയും ചെങ്കണ്ണും. കിഴക്കന്മാർ കിഴങ്ങ് തിന്നുന്ന വെറും കിഴങ്ങന്മാരെന്ന് കരുതിയത് തെറ്റി. വടിവി എന്നൊരു തടിയൻ മുന്നിലെത്തി ചോദിച്ചു, നീ കിഴക്കനോ പടിഞ്ഞാറനോ? ഞാൻ പോയി അച്ഛനോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പടിഞ്ഞാറോട്ട് നടന്നു. പടിഞ്ഞാറന്മാർ പാവങ്ങൾ എന്നു കരുതി ചാടിക്കേറി ചൊല്ലി നടന്നു. ഊരും പേരും അറിഞ്ഞപ്പോൾ ഒരുവൻ ചൊല്ലി, ഓടിച്ചിട്ട് തല്ലും നിന്നെ. ദിക്കുകളെല്ലാം തീർന്നതിനാൽ ഞാൻ പറഞ്ഞു, അതിനിപ്പം ഞാൻ ഓടിയില്ലെങ്കിലോ? നീ വെള്ളമിറക്കി ചാകില്ലെന്ന് അവൻ. വെള്ളമിറക്കിയാൽ ചാകാതിരിക്കുമോ എന്ന് ഞാൻ. പിന്നെ അവൻ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞു. അവന്റെ തന്തയും തള്ളയും ചത്തോ ഉണ്ടോ എന്നുറപ്പില്ലാത്തതിനാൽ വേറെ ചിലതിന് രഹസ്യ നിഘണ്ടു പരതുമ്പോൾ ഓടിപ്പോയവൻ ഒറ്റയ്ക്കായി ഞാൻ. ദിക്കറിയാത്തൊരു കിളി വന്നെന്നുടെ തോളിലിരുന്ന് മയങ്ങിപ്പോയി. ദിക്കറിയാത്തൊരു കിളി വന്നെന്നുടെ തോളിലിരുന്ന് മയങ്ങിപ്പോയി. ഇതാണ് ആദ്യത്തെ കവിതാ സമാഹാരത്തിലെ ശീർഷക കവിത. ലിക്വിഡ് സ്റ്റിഫ്നർ, ലിക്വിഡ് ഡിറ്റർജന്റ് തുടങ്ങി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള അനേകം ഉൽപ്പന്നങ്ങളുമായി അൽഹൈർ.